ത്രേതായുഗത്തിൽ ധർമ്മത്തിന്റെ പ്രതീകമായ ശ്രീരാമനും അധർമ്മത്തിന്റെ മൂർത്തിഭാവമായ രാവണനും തമ്മിൽ ഉഗ്രമായ യുദ്ധം നടന്നുവെന്ന് നമുക്കറിയാം. ആ യുദ്ധത്തിൽ ശ്രീരാമൻ രാവണനെ വധിച്ചു. പിന്നീട് രാവണന്റെ അന്തിമ സംസ്കാരത്തിനായി അദ്ദേഹത്തിന്റെ ശരീരം വിഭീഷണനെ ഏൽപ്പിക്കുകയും എന്നാൽ ലങ്കയുടെ ഭരണ ചുമതല ഏറ്റെടുക്കുന്ന തിരക്കിൽ വിഭീഷണൻ രാവണന്റെ അന്തിമ സംസ്കാരം നടത്തിയില്ല എന്നും ശരീരം ഉപേക്ഷിച്ചുവെന്നും ഒരു കഥയുണ്ട്. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട രാവണന്റെ ശരീരം രാക്ഷസന്മാർ ഏറ്റെടുത്ത് രാവണൻ തപസ് ചെയ്തിരുന്ന ഗുഹയിലേക്ക് കൊണ്ടുപോയി എന്നാണ് വിശ്വാസം. രാവണനെ വീണ്ടും ജീവിപ്പിക്കാൻ അവർ പലതവണ ശ്രമിച്ചെങ്കിലും വിജയകരമായില്ല. ഒടുവിൽ ഭാവിയിൽ ഒരു നാൾ രാവണനെ പുനർജീവിപ്പിക്കണമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹത്തിന്റെ ശരീരം ഒരു പ്രത്യേക പെട്ടിയിൽ സൂക്ഷിക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ അവിടുത്തെ ഒരു സംയുക്ത മന്ത്രാലയങ്ങൾ നടത്തിയ പഠനങ്ങളിൽ രാമായണവുമായി ബന്ധപ്പെട്ട 50ഓളം സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിലെ ഒന്നിൽ രാവണന്റെ ശരീരം ഇപ്പോഴും ഉള്ളതിന്റെ തെളിവുകൾ അവർക്ക് ലഭിച്ചു എന്ന് അവർ അവകാശപ്പെടുന്നു. അവിടുത്തെ പ്രദേശത്തെ വനങ്ങളുടെ നടുവിലുള്ള ഒരു കൂറ്റൻ മലയിലാണ് രാവണന്റെ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 8000 അടി ഉയരത്തിലാണ് ഈ ഗുഹ. ആ ഗുഹയുടെ വളരെ ഉള്ളിലായി ഒരു പെട്ടിയിൽ രാവണന്റെ ശരീരം സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഈ പെട്ടിക്ക് പുറമെ ഒരു പ്രത്യേക ദ്രവം തേച്ചിട്ടുള്ളതുകൊണ്ട് ശരീരം ഇന്നും കേടുകൂടാതെ ഇരിക്കുന്നു എന്നും പറയപ്പെടുന്നു. ഈ ഗുഹയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരുതരം നിഗൂഢമായ ഊർജം അനുഭവപ്പെടാറുണ്ടെന്നും അതവരെ ഗുഹയിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് തടയുന്നുവെന്നും ആളുകൾ പറയുന്നു. രാവണന്റെ ശരീരത്തിന് അടുത്ത് ആരും എത്തരുതെന്ന് കരുതി രാക്ഷസന്മാർ തങ്ങളുടെ മാന്ത്രിക ശക്തിയാൽ ഈ ഗുഹയെ സംരക്ഷിക്കുകയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആ പ്രദേശത്തുള്ള ചിലർ പറയുന്നത് ഈ പെട്ടിയുടെ അടിയിലായി രാവണന്റെ അമൂല്യമായ നിധിശേഖരം ഒളിപ്പിച്ചിട്ടുണ്ടെന്നാണ്. എല്ലാത്തിനും പുറമെ അവിടെയുള്ള ആളുകൾ വിശ്വസിക്കുന്നത് കലിയുഗത്തിന്റെ അവസാനത്തിൽ കലി ഈ ഭൂമിയിൽ ഭരണം സ്ഥാപിക്കുമ്പോൾ രാവണനെ വീണ്ടും പുനർജീവിപ്പിക്കുമെന്നാണ്. അപ്പോൾ രാവണൻ കലിയോടൊപ്പം ചേർന്ന് ഭഗവാൻ കൽക്കിയുമായി യുദ്ധം ചെയ്യുമെന്നും അവർ വിശ്വസിക്കുന്നു. രാക്ഷസ രാജാവായ രാവണന്റെ ശരീരം ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്നത് വെറും കെട്ടുകഥകളാണോ? രാവണൻ ഒരു നാൾ വീണ്ടും പുനർജീവിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അത് എന്തായാലും തീർച്ചയായും കമന്റായി പറയൂ. ജയ് ശ്രീറാം, ജയ് മാതാ സീത, ജയ് ബജ്രംഗ് ബലി.